ഹലോ കൂട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിലെ കല്യാണ തലേന്ന് ഒരു ചെറിയൊരു കൈസകായം കാണാം. വാ, കാണിച്ചു തരാം. സുന്ദരനാ ഓനൊരു വല്ലാത്ത സംഭവമാ, പോലെ മിന്നും ശുക്കൂർ സുന്ദരനാ. നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. കട്ടാത്തടി എടുക്കാൻ വേണ്ടി ജുനൈദ് മലബാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? കുറച്ചു നാളായില്ലേ ഒന്ന് ദേഹം അനങ്ങിയിട്ട്. നീ പോയിട്ട് വണ്ടി വിട്. ഇടയ്ക്കിടയ്ക്കൊന്ന് അറിഞ്ഞ് ചുവട് വെച്ചില്ലെങ്കിൽ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്ക് ദേശത്തെ വഴിയേറില്ല. റോട്ടിൽ ഭരതനാട്യം കളിക്കാൻ വണ്ടി പോകുന്നുണ്ട് മാഷേ. അയ്യോ, കട്ടത്തടിയുമായി ജുനൈദിക്കാട് നേതൃത്വത്തിൽ ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നു. എടാ, നിന്റെ പൊട്ടത്തലേന്ന് എന്തെങ്കിലും ഒന്ന് ആലോചിക്ക്, അങ്ങോട്ടേക്ക് ചെല്ലാൻ. യെസ്, പന വെച്ചൊരു സൂത്രം കാണിക്കാം. അതെനിക്കറിയാം, കുടം വെച്ചിട്ട് കള്ളി എത്താനല്ലേ. ഈ മുട്ടനെ ഞാൻ വിട്ടു. എടാ, വിടരുതിട്ട് ആംഗ്രിബേഡ് പോലെ തെറിച്ചു. കല്ല് തല്ലി പിടിച്ചപ്പോ എന്റെ സൂക്കേട് മാറി. നിനക്ക് വല്ല പാറമടയിലും പോയിട്ട് പാറ പൊട്ടിച്ചൂടെ? ശക്തി കാണിക്കാനും പാടില്ല ദൈവമേ. സാമവേദ, ഋഗ്വേദ, വേറെ ഏത് വേദാസം ഉള്ള അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ ഹണി റോസ് അല്ല വന്നേക്കണേ. വേഗം ചെയ്ത് അവര് വിളിച്ചോണ്ട് വാ. എന്താ ഈ കാണിക്കണേ? വൈകി മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ, പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? വെറുതെ അല്ല ഈ പണ്ടാറിന്റെ എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? താ കേൾക്കണത് എങ്ങനെയാ? ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി.